الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم، فالذين آمنوا به ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അള്ളാഹു നമുക്കതെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ എത്ര കാലം എന്നെ ബാക്കിയുണ്ടോ, അള്ളാഹു നമുക്ക് അത്രയും കാലം അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ ആശുപത്രികളിലൊക്കെ കഴിയുന്നവർ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെയും നമ്മളുടെയും ഒക്കെ പ്രയാസങ്ങൾ മാറ്റുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഹബീബിനോടുള്ള ഇഷ്ടം, സ്നേഹം, പ്രണയം, അതിൽ കൂടി രൂപാന്തരപ്പെടുന്ന ഹബീബിനോടുള്ള അനുധാവനം, ജീവിതത്തിൽ ഹബീബിനെ പ്രാവർത്തികമാക്കൽ, ഇതെല്ലാം ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന 24 അക്ഷരങ്ങൾ കൂടി ചേരുമ്പോഴാണ്, ആ 24 അക്ഷരങ്ങൾ ഒരു മനുഷ്യൻ അംഗീകരിക്കുമ്പോഴാണ് ആ മനുഷ്യനെ മുഅ്മിൻ, സത്യവിശ്വാസി എന്ന ഗണത്തിൽ നാം എണ്ണുന്നത്. നമുക്ക് അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് അറിയിക്കപ്പെട്ടത്, അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത്, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഖുർആനിൽ കൂടി വായിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നബിയെ വിശദീകരിച്ചത്, നബിതങ്ങളെ എങ്ങനെയാണ് വിവരിച്ചത്, നമ്മളെ നബിതങ്ങളെ ഏത് രീതിയിലാണ് കാണാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നബിതങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ 10 മടങ്ങ് വർദ്ധിക്കുന്നത്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഖുർആൻ. ആ ഖുർആനിൽ കൂടുതലായും ചർച്ച ചെയ്യപ്പെടേണ്ടത് മുഅ്മിനീങ്ങളോട് നടത്തേണ്ട കൽപ്പനകളും ആ മുഅ്മിനീങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചിട്ടകളുമാണ്. അതൊക്കെ ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതതിൻ്റെ എല്ലാ തലങ്ങളിലും ഖുർആൻ വിശദീകരിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ഖുർആനിൽ അത് ഇറക്കിക്കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഈ ഖുർആനിൽ നബിതങ്ങളെക്കുറിച്ചിട്ട് അള്ളാഹു എന്തിനാണ് ഇത്രയേറെ വിശദീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ പിന്തുടരണമെങ്കിൽ ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ അറിയണം. ആ മനുഷ്യനെക്കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് ആ മനുഷ്യനോട് അടുപ്പം തോന്നുക. ഈ അടുപ്പത്തിൽ നിന്നാണ് സ്നേഹമുണ്ടാകുക. സ്നേഹമുണ്ടാകുമ്പോഴാണ് നമുക്കൊരാളെ പിൻപറ്റാൻ വേണ്ടി സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖിയാമത്ത് നാൾ വരെ വരുന്ന
പേടി 570 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഏതെല്ലാം ഉമ്മത്തികളുണ്ടോ, സമൂഹമുണ്ടോ, അള്ളാഹുവിന് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കാതെ അവസാനത്തെ ആൾ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മരിപ്പിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നബി തങ്ങളെ അള്ളാഹുവിന് സംവിധാനിക്കാം. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല സംവിധാനിച്ചത്. 63 വയസ്സ് നൽകുന്നു. ആ 63 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തിരിച്ചു വിളിക്കുന്നു. ഈ 63 വർഷം മാത്രം, അല്ലെങ്കിൽ 23 വർഷം നുബുവത്തിൻ്റെ വർഷത്തിൽ നബിതങ്ങളെ കണ്ട സഹാബാക്കൾ എന്ന് പറയുന്നത് കേവലം 100,000 മാത്രം ആളുകൾ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അതിൻ്റെ കണക്കുകൾ പറയുകയുണ്ടായി. ഹജ്ജത്തുൽ വദായിൽ നബിതങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഏകദേശം 100,000 സഹാബാക്കളാണ് അവിടെ ഹാജരായിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1,400,000 ആളുകൾ. ഈ 1,400,000 കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരും, എല്ലാ ആളുകളും നബിതങ്ങളെക്കുറിച്ച് അറിയണം. എല്ലാ ആളുകളും നബിതങ്ങളെക്കുറിച്ച് പഠിച്ച് ഈ സത്യത്തിൻ്റെ മാർഗത്തിൽ ചേരണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ടൈറ്റിൽ മാത്രം ഉണ്ടായാൽ പോരാ, ആ നാമം മാത്രം ഉണ്ടായാൽ പോരാ. പകരം ആ മുഹമ്മദ് റസൂലുള്ളാഹിയെ ദർശിക്കാൻ സാധിക്കാത്ത ആളുകൾ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ എന്താണെന്ന് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് നബിതങ്ങളെ കാണാൻ പറ്റണം. അവർക്ക് കാണാൻ പറ്റാനുള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നബിതങ്ങൾക്ക് ഇറക്കി കൊടുത്ത ഖുർആനിൽ അല്ലാഹു നബിതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്തിന്? ഈ ആയാത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെടുകയാണ്. ഹദീസുകളിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ വിശ്വസിച്ചു പോകുന്ന ആ ആദർശ വ്യക്തിത്വത്തിനോടുള്ള സ്നേഹവും ഇഷ്ടവും പ്രണയവും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അവൻ്റെ ഹബീബിനെ കുറിച്ച് ഇത്രയേറെ വർണ്ണനകൾ അല്ലാഹു തആല നടത്തിയത്. ഖുർആൻ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ മറ്റു ഒരു ചർച്ചക്കും അവിടെ പ്രസക്തിയില്ല. സനദിൻ്റെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല, റിപ്പോർട്ടർമാരുടെ ചർച്ചക്ക് പ്രസക്തിയില്ല. ഖുർആനാണെന്ന് കണ്ടാൽ അത് അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം, ഉൾക്കൊള്ളാം. ഹദീസിലേക്ക് വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ സിഹത്ത് നമ്മൾ നോക്കണം, ഒതൻറ്റിസിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ വന്നിരിക്കുന്ന റാവിമാർ കൃത്യമാണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതെല്ലാം ഒത്തുവന്നാൽ മാത്രമേ നമുക്ക് ഹദീസിൽ കൂടി ഒരു വായന നടത്താൻ വേണ്ടി സാധിക്കൂ. ഹദീസിൽ കൂടിയുള്ള വായന ഖുർആനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരിമിതമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇത്രയേറെ വർണ്ണിച്ചത്. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നബിതങ്ങളെ കുറിച്ച് പറയുന്നു, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അള്ളാഹു വിജയികൾ ആരാണ് എന്ന് അടിസ്ഥാനം പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, അവരാരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? യത്തബിഊന റസൂൽ, അവരൊരു ദൂതനെ പിൻപറ്റുന്നവരാണ്. ഒരു ദൂതൻ, പേര് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ വലിയ മഹത്തുക്കളുടെ പേരുകൾ നമ്മൾ പറയാറില്ല, അവരുടെ വിശേഷണങ്ങളാണ് പറയാറുള്ളത്. പേര് നേർക്ക് നേരെ ഉപയോഗിക്കൽ ഒരു ബഹുമാനക്കേടാണ്. ഖുർആൻ ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വളരെ കുറച്ച് 4 സ്ഥലത്ത് മാത്രമേ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു സ്ഥലത്ത് പോലും പേരില്ല, വിശേഷണങ്ങൾ മാത്രം അല്ലാഹു തആല പറയാം. എന്തൊരു സൗന്ദര്യം! അല്ലദീന യത്തബിഊന റസൂൽ, ഒരു ദൂതനെ അവർ പിൻപറ്റുന്നു. എല്ലാവർക്കും അറിയാം ആ ദൂതൻ ആരാണെന്ന്, പ്രത്യേകം പേര് പറയേണ്ട ആവശ്യമില്ല. അന്നബി, നബിയായ ദൂതൻ. പ്രവാചകത്വം നൽകപ്പെടുകയും ആ പ്രവാചകത്വത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി പുതിയൊരു ശരീഅത്തും കിട്ടി. അതാണ് റസൂൽ നബിയും തമ്മിലുള്ള ബന്ധം. റസൂലുമാണ്, നബിയുമാണ്. എങ്ങനെയുണ്ട് നബി? ഈ പ്രവാചകൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവാചകനെ കുറിച്ചുള്ള ചർച്ചകളും പ്രവചനങ്ങളും പൂർവ്വവേദങ്ങളിൽ ആ അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. അൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ. നിരക്ഷരൻ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ കീഴിൽ നിന്നോ സംഘത്തിന്റെ കീഴിൽ നിന്നോ ആണ് വിദ്യാഭ്യാസം നേടിയതെങ്കിൽ ഇന്ന് ഈ നുബുവത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ, ഇന്ന് ഈ ഇസ്ലാമിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ അവരൊക്കെ മത്സരിക്കുമായിരുന്നു. നമ്മളൊക്കെ കാണാറുണ്ട്, ഏതെങ്കിലും വിദ്യാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എവിടെയാണോ പഠിച്ചത് ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അഭിനന്ദനം, നമ്മുടെ സ്ഥാപനത്തിന്റെ അഭിമാനം. കാരണം അതിന്റെ ക്രെഡിറ്റ് ആ സ്ഥാപനത്തിന് പോകും. അതുകൊണ്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിന്റെ, നബിതങ്ങളുടെ ദീനിന്റെ ക്രെഡിറ്റ് അല്ലാഹു ആർക്കും വിട്ടുകൊടുത്തില്ല. വമാ കുൻത തത്ലു മിൻ ഖബലിഹി മിൻ കിതാബിൻ. കാരണം അങ്ങനെ ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ടായിരുന്നു. അൽ ഉമ്മി, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ ആണ്
ഈ 1400 വർഷം നിലനിന്ന് പോയത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. യജിദൂനഹു മക്തൂബ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. നബി തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവ്വവേദങ്ങളായ തൗറാത്തിലും ഇൻജീലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തി എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുകയാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും മറ്റൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയാണ്, ഒരു വ്യക്തി അദ്ദേഹം മദീനയിലേക്ക് കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി വന്നു. അദ്ദേഹം സാധന സാമഗ്രികളൊക്കെ മദീനയിൽ കൊണ്ടുവന്നു, കച്ചവടമൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദ് എന്ന വ്യക്തിയെ പറ്റി അദ്ദേഹം കേൾക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ചിന്തിച്ചു, എന്തായാലും നബിതങ്ങളൊന്ന് കണ്ടിട്ട് എന്താണ് കാര്യങ്ങൾ, ആ വ്യക്തി എന്താണ് പറയുന്നത് എന്നൊക്കെ കേട്ടിട്ട് പോകാം എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം നടന്നു പോവുകയാണ്. നബിതങ്ങളെ കാണാൻ വേണ്ടി പോകുമ്പോൾ നബിതങ്ങൾ കാണുന്ന രൂപം ഫതലഖാനി ബൈന അബീ ബക്കറിൻ വ ഉമർ യംശൂൻ. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാളും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നബിതങ്ങളെ പുറകിലേ നടന്നു. ഇവർ നേരെ നടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ അടുക്കലാണ്. ആ വ്യക്തിയെ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ തൗറാത്ത് ഉണ്ട്. തൗറാത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. തൗറാത്ത് വെറുതെ വായിക്കുന്നതല്ല, അയാളുടെ മകൻ അസുഖബാധിതനായി കിടക്കുന്നുണ്ട്. ഈ മരണാശയ്യയിൽ കിടക്കുന്ന ഈ കുട്ടിക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി തൗറാത്തിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ് പിതാവായ ഈ യഹൂദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും അടുത്തേക്ക് ചെല്ലുന്നു. പിറകിൽ ഈ മനുഷ്യന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, അൻഷുദുക ബില്ലദി അൻസല തൗറാത്ത് ഇറക്കിയ അല്ലാഹു തന്നെയാണ് സത്യം. എന്നെ കുറിച്ച് നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ച് നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അള്ളാഹു നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? തൗറാത്ത് ഇറക്കി തന്ന അള്ളാഹുവിന് തന്നെയാണ് സത്യം എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അയാളോട് ചോദിക്കണ്ടേ. ആ മനുഷ്യൻ തലയാട്ടിട്ട് പറഞ്ഞു, ഇല്ല, അങ്ങനൊന്നും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മുഹമ്മദിനെ കുറിച്ച് ഒരു പ്രവചനം തൗറാത്തിൽ നടത്തിയിട്ടില്ല എന്ന് അയാൾ കളവ് പറഞ്ഞു. ഉടനെ രോഗബാധിതനായി കിടക്കുന്ന ആ മകൻ രോഗാവസ്ഥയിൽ തന്നെ പറയുകയുണ്ടായി, അങ്ങനെയല്ല കാര്യം, തീർച്ചയായും ഇന്നാ ലനജിദു ഫീ കിതാബിനാ സിഫതക വ മഖ്റജക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നിങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങളും നിങ്ങൾ പുറപ്പെടുന്ന സ്ഥലവുമൊക്കെ ഈ തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. വ ഇന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. വ അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ നബിയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞതായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമുള്ള പറയുണ്ടായി. അപ്പൊ നബി തങ്ങൾ പറയുണ്ടായി, അഖീമുൽ യഹൂദി അൻ അഖീക്കും, ഈ വ്യക്തിയെ, ഇപ്പൊ കളവ് പറഞ്ഞ, ഈ തൗറാത്ത് ഓതിയിട്ട് കളവ് പറഞ്ഞ വ്യക്തിയെ ഈ അദ്ദേഹത്തിന്റെ മകന്റെ മരണാസന്നമായ അവസ്ഥയിൽ നിന്നും മാറ്റി നിർത്തുക എന്ന് പറയുകയും ഈ കുട്ടി മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ കഫൻ നടത്താനും ആ കുട്ടിയുടെ നമസ്കാരത്തിനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകി എന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചതായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ മറ്റു ചില സഹാബാക്കൾ, അദ്ദേഹം അതാ ഇബ്നു യസാർ റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് ചോദിച്ചു, എങ്ങനെയാണ് തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അതൊരു വലിയ അത്ഭുതമാണല്ലോ. വരാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിട്ട് മുമ്പ് കഴിഞ്ഞു പോയ ഒരു വേദഗ്രന്ഥത്തിൽ പറയുക എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ സ്ഥാനത്ത് അത്രമാത്രം അറിയിക്കുന്നതാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് തൗറാത്തിലുള്ളത്? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും തൗറാത്തിൽ ഇപ്രകാരമാണ് ഉള്ളത്, യാ അയ്യുഹൻ നബിയു. തൗറാത്തിന്റെ ആ ഹിബ്രു ഭാഷയുടെ അറബി വേർഷനാണ് സഹാബി പറയുന്നത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. താങ്കളെ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി, ജനങ്ങൾക്ക് സാക്ഷി നൽകുന്നവനായി നാം അയച്ചിരിക്കുന്നു. വഹിറുസല്ലിൽ ഉമ്മിയീൻ, സർവ്വനിരക്ഷരരായ ആളുകൾക്കുമുള്ള സൂക്ഷിപ്പ് കേന്ദ്രമാണ് അങ്ങ്. അൻതഅബ്ദി വറസൂലി എന്ന് തുടങ്ങുന്ന സുദീർഘമായ സവിശേഷണങ്ങളും ഗുണങ്ങളും തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞതായി ഇദ്ദേഹം പറയുണ്ടായി. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു യഹൂദിയായിട്ട് മുസ്ലിമായ വ്യക്തിയല്ല, അങ്ങനെ ആയ ഒരാളുണ്ട്, കഅബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഇദ്ദേഹം പറഞ്ഞു ശരിയാണോ? അദ്ദേഹം തൗറാത്ത് പഠിച്ചിട്ട് മുസ്ലിമായി, പിന്നെ ഖുർആനും പഠിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം തൗറാത്തിലുണ്ട് എന്ന് പറയുന്ന കാര്യം ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, അതേപടിയുണ്ട്, അതിന്റെ കൂടെ കുറച്ചും കൂടി കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കഅബ് റളിയല്ലാഹു തആല അൻഹു തൗറാത്തിലുള്ള ആ കാര്യം കൂടി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നബി തങ്ങളുടെ വുജൂദിന് മുമ്പ് തന്നെ, നബി തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കറിയാം തൗറാത്ത് കൈകടത്തപ്പെട്ടിട്ടുണ്ട്. തൗറാത്ത്
തൗറാത്തിന്റെ ആ ആശയങ്ങളൊക്കെ അടിസ്ഥാനപരമായി ചോർന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മൾ പരിശോധിച്ചാൽ ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറിച്ച് സൂചിപ്പിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തൗറാത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ ബൈബിളിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന പഴയ നിയമമല്ല, ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്ന ഭാഗം. അതിൽ ആവർത്തന പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 18-ാം വാചകം നമ്മൾ പരിശോധിച്ചാൽ അവിടെ അല്ലാഹു തആല മൂസാ നബിയുമായി സംസാരിക്കുന്ന രംഗം, തൂരിസീനയിൽ അള്ളാഹു മൂസാ നബി സംസാരിച്ച രംഗം തൗറാത്തിൽ പരാമർശിക്കുന്നിടത്ത് അവിടെ നമുക്ക് ഇങ്ങനൊരു വാചകം വായിക്കാൻ വേണ്ടി സാധിക്കും: ഞാൻ അവർക്ക് വേണ്ടി അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും നിന്നോട് തുല്യനായ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. നിന്നോട് തുല്യനായ നിന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കും. ആരായി സഹോദരൻ എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പര പോകുന്നത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇസ്ഹാഖ് നബിയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ സയ്യിദുന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ വന്ന ഒരേ ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവന്റെ വായിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇട്ടുകൊടുക്കും, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവർക്ക് പ്രസ്താവിച്ചു കൊടുക്കുമെന്ന് തൗറാത്തിന്റെ അഥവാ പഴയ നിയമത്തിന്റെ 18-ാം പുസ്തകത്തിൽ 18-ാമത്തെ വാചകമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോങ് ഓഫ് സോളമൻ എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ മറ്റൊരു പുസ്തകമുണ്ട്. അതിന്റെ 5-ാം അധ്യായത്തിൽ 16-ാം വാക്യം നമുക്കിങ്ങനെ കാണാം. അത് ഹീബ്രു ടെക്സ്റ്റിലാണ് ശരിക്കും ഉള്ളത്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്കിങ്ങനെ വായിക്കാം: ഹിസ് മൗത്ത് ഈസ് സ്വീറ്റ്നസ് ഇറ്റ്സെൽഫ്. അദ്ദേഹത്തിന്റെ വായ, അദ്ദേഹത്തിന്റെ അധരങ്ങൾ എന്ന് പറയുന്നത് മാധുര്യമാണ്. അദ്ദേഹം സത്യമല്ലാതെ സംസാരിക്കുകയില്ല. ഹി ഈസ് ഓൾ ടുഗദർ മഹ്മദീം. അദ്ദേഹം സമ്പൂർണനായി മഹ്മദിം എന്ന് ഹിബ്രു പദത്തിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് എന്നതിന്റെ ബഹുവചനം, സ്തുതിക്കപ്പെടുന്നവർ എന്ന അർത്ഥമാണ് മഹ്മദിം എന്ന വാക്കിന് എന്ന് ഭാഷാ പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി വെച്ചിരുന്നു. കൈമാറ്റപ്പെട്ടു പോയി എങ്കിലും ഇങ്ങനെയുള്ള വാചകങ്ങൾ നമുക്ക് ഇന്നും കാണാൻ വേണ്ടി സാധിക്കും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. വൽ-ഇൻജീൽ, തൗറാത്തിൽ മാത്രമല്ല അതിന് കാലങ്ങൾക്ക് ശേഷം വന്ന സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഈസാ നബിക്ക് അള്ളാഹു ഇൻജീൽ ഇറക്കി കൊടുത്തപ്പോഴും ഇൻജീലിലും അള്ളാഹു പ്രവചനം നടത്തുകയാണ്. താങ്കൾക്ക് ശേഷം ഒരു നബി വരും. ഇൻജീൽ തന്നെ പറയട്ടെ, യോഹന്നാന്റെ പുസ്തകം 14-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനത്തെ യാത്ര നടത്താൻ വേണ്ടി പോകുമ്പോൾ ശിഷ്യന്മാരോട് നൽകുന്ന ഉപദേശത്തിൽ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്: ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ നിങ്ങൾക്ക് മറ്റൊരു ആശ്വാസകനെ തന്നേക്കും. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ യാത്രയ്ക്ക് ശേഷം, എന്നെ ജൂതന്മാർ നശിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ആശ്വാസകൻ നൽകാൻ വേണ്ടി ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കും. അവൻ നിങ്ങളോടുകൂടെ എന്നെന്നും പാർക്കും. ഇവിടെ ആശ്വാസം നൽകുന്നവൻ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പെരിക്ലിട്ടോസ് എന്ന വാക്കാണ്. ഇതിന്റെ അർത്ഥം പ്രശംസിക്കപ്പെടുന്നവൻ എന്നാണ്. അല്ലാഹുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു, അബ്ദുൽ മുത്തലിബിന് ഒരു തോന്നലുണ്ടായി, ഒരു ഉൾവിളി ഉണ്ടായി. എന്ത് പേരിടണം എന്ന ആശങ്ക അബ്ദുൽ മുത്തലിബിന് ഉണ്ടായേയില്ല. എന്റെ മനസ്സിലൊരു തോന്നൽ, മുഹമ്മദ് എന്ന പേരിടണം. ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ മുഹമ്മദ് എന്ന പേരിട്ടത്? അന്നത്തെ അറബ് സംസ്കാരത്തിൽ അങ്ങനെ ഒരു പേരില്ല. ലാത്തയിലേക്കും മുസ്സയിലേക്കും ഗോത്രത്തിലേക്കൊക്കെ ചേർത്തുകൊണ്ട് പേരിടുന്ന വേളയിൽ മുഹമ്മദ് എന്ന പേര് എങ്ങനെ വന്നു? ആ പേരിട്ടാൽ മാത്രമേ ഈ ചരിത്രത്തിന്റെ വസ്തുതകളൊക്കെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. മഹ്മദീം, അവൻ മഹ്മദിമാൻ, സ്തുതിക്കപ്പെടുന്നവനാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്നു, റജൗതു അൻ യുഹ്മദ ഫിസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവൻ സ്തുതിക്കപ്പെടണമെന്ന്. തീർന്നില്ല, വീണ്ടും യോഹന്നാനിന്റെ 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിഷ്യന്മാരോട് പറയുന്നതായി നമുക്ക് കാണാം: ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഞാൻ പോകുകയാണെങ്കിൽ, പോയിട്ടില്ല എങ്കിൽ ആശ്വാസകൻ നിങ്ങളിലേക്ക് വരികയില്ല. ആരാണ് ഈ ആശ്വാസകൻ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യാത്രയ്ക്ക് ശേഷം ഈ ഉമ്മത്തികൾക്ക് വന്നിട്ടുള്ള ആശ്വാസകൻ എന്ന് പറയുന്നത് അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ ഈ വെരിഫിക്കേഷൻ സഹാബാക്കൾ നടത്തി. നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഖുർആൻ പറഞ്ഞു, യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. അവരെ കയ്യിലുള്ളതല്ലോ പറഞ്ഞത്, ഇൻദഹും, അവരെ കയ്യിൽ തൗറാത്ത് ഇൻജീൽ ഉണ്ടല്ലോ, അതൊന്ന് തുറന്നു നോക്കട്ടെ. ആ തൗറാത്തിൽ ഉണ്ട് നബി അങ്ങയെ പറ്റിയിട്ട്. സഹാബാക്കൾ പോയി ചോദിച്ചു, അത് വെരിഫൈഡ് ആയി, ക്രോസ് ചെക്ക് ചെയ്തു, ശരിയാണ്, നബി തങ്ങളെ പറ്റിയുള്ള പരാമർശമുണ്ട്. കൈമാറ്റം ചെയ്തു, ആശയങ്ങൾ അതിനെ കൂട്ടിമാറ്റപ്പെട്ടു, അക്ഷരങ്ങൾ, ലിപികൾ മാറ്റപ്പെട്ടു. ഇന്നും നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അള്ളാഹു പ്രവചനം നടത്തിയ നബി. മറ്റൊന്നും കൂടി നമുക്ക് കാണാം,
എല്ലാ നബിമാരെയും അള്ളാഹു താല ആലമുൽ അർവാഹിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോടൊക്കെ അള്ളാഹു നടത്തുന്ന ഒരു കരാറുണ്ട്. ഞാൻ നിങ്ങളിതാ ഭൂമിയിലേക്ക് അയക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ നുബുവത്ത് നൽകും, നിങ്ങൾക്ക് ഞാൻ റിസാലത്ത് നൽകും. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അഥവാ നിങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങാനും മുഹമ്മദ് റസൂലുള്ളാഹ് വന്നാൽ നിങ്ങൾ ആ നബി അംഗീകരിക്കാതെ നിങ്ങളുടെ നുബുവത്ത് പൂർത്തിയാവില്ല. മൂസാ നബി നിങ്ങളുടെ കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് വന്നാൽ പിന്നെ നിങ്ങളുടെ പണി മൂസാ നബി ദഅവത്ത് നടത്തുന്നതിനോടൊപ്പം ആ മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കണം, ആ മുഹമ്മദ് റസൂലിനെ സഹായിക്കണം. സത്യത്തിൽ അള്ളാഹുവിന് അറിയാമല്ലോ എപ്പോഴാണ് നബി നിങ്ങളെ അയക്കാൻ വേണ്ടി പോകുന്നത് എന്ന്. ഖാത്തമുൻ നബിയാണ്, അവസാനം അയക്കുന്ന നബിയാണ് നബി എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? പിന്നെ എന്തിനാണ് ഓരോ പ്രവാചകന്മാരോടും ഈ കരാർ ഏറ്റെടുത്ത്? ഇതെന്റെ വാചകമല്ല, ഖുർആൻ ശരീഫിൽ പറഞ്ഞതാണ്. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും. സുദീർഘമായ ആയത്താണ്. എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ ഒരു കരാർ എടുത്തത്? ആ കരാറിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ബഹുമാനം, ഇതാരാണ് ഈ വരാൻ വേണ്ടി പോകുന്നത് എന്ന അറിവ് അല്ലാഹു തആല ആദ്യമായി കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേളയിൽ നബി തങ്ങൾ പറയുണ്ടായി, ലൗ കാന മൂസ ഹയ്യൻ. ഇതിന്റെ മറ്റേ തലമുറ വായിച്ചാൽ അങ്ങനെയാണ് കിട്ടുക. ഇന്നെങ്ങാനും മൂസ അലൈഹി സ്വലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലമാ വസ്യഅഹു ഇല്ലത്തിബഈ, മൂസാ നബിക്കും എന്നെ പിൻപറ്റലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം അല്ലാഹു വിശദീകരിക്കുകയാണ്, യജ്ദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. എന്താണ് ആ പ്രവാചകൻ നിങ്ങളുടെ അടുക്കൽ ചെയ്യുന്ന പണി? യഅ്മുറുഹും ബിൽ മഅറൂഫ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് നന്മ പറഞ്ഞു കൊടുത്തു, ജനങ്ങൾക്ക് നന്മയുടെ വഴികൾ തുറന്നു കാണിച്ചു കൊടുത്തു. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നേതാക്കന്മാരെ പറ്റിയൊക്കെ നമ്മൾ കുറേ കമ്പാരിസണൊക്കെ നടത്തുകയുണ്ടായി. ഒരു മനുഷ്യൻ എന്തെങ്കിലും പദവികളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ മനുഷ്യനാണ്. ആ പദവികളിൽ നിന്നൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ അയാൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ ന്യായമായ വഴിയിൽ അല്ലെങ്കിൽ അന്യായമായ വഴിയിൽ. ന്യായമായ വഴിയിൽ സമ്പാദിക്കും. ഒരാൾ MLA ആയി, MP ആയി, സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയേക്കാൾ രാജ്യം അയാൾക്ക് കൊടുക്കുന്ന കുറേ പ്രിവിലേജസ് ഉണ്ട്. അയാളുടെ യാത്രാ സൗകര്യങ്ങൾ, അയാളുടെ മറ്റു ചെലവുകളൊക്കെ സ്റ്റേറ്റ് ആണ് കൊടുക്കുക, രാജ്യമാണ് കൺസിഡർ കൊടുക്കുക. നമ്മൾ നോക്കി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പണിയെടുത്തിട്ട് എന്താ കിട്ടിയത്? നിബിധങ്ങൾക്ക് എന്താ നിബിധങ്ങൾക്ക് കിട്ടിയത്? നമ്മളോട് അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ, നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നബിതങ്ങൾക്ക് ഭൗതികമായി എന്ത് ലാഭമാണ് കിട്ടിയത്? വസ്ത്രത്തിലോ, വീടിലോ, അല്ലെങ്കിൽ അധികാരത്തിന്റെ അവസ്ഥയിലോ? സ്വന്തം നാട് പോലും വിട്ടു ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ അദ്ദേഹം കൽപ്പിച്ചു, ആ പ്രവാചകൻ കൽപ്പിച്ചു. വയൻഹാഹും അനിൽ മുൻകർ, സമൂഹം നശിച്ചു പോകാതിരിക്കാനുള്ള എല്ലാ വഴിയും നബിതങ്ങൾ അടച്ചു കളഞ്ഞു. കള്ള് നബിതങ്ങൾ അന്നേ എല്ലാ നിലയിലും, ഹംറിന്റെ വഴികൾ നബിതങ്ങൾ അടച്ചു. പലിശ പാടില്ല എന്ന് പറഞ്ഞു. എന്റെ ഉമ്മത്ത്, നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ, ഉമ്മത്തികൾക്ക് പ്രയാസം ഉണ്ടാകുന്നതിന് നബിതങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. എന്തിനാ പലിശ ഹറാമാക്കിയത്? എന്തിനാ പലിശ വാങ്ങലെന്ന് പറയാം? തങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നമ്മൾ പലിശ വാങ്ങിയാൽ അല്ലെങ്കിൽ കൊടുത്താൽ എന്റെ ഉമ്മത്ത് പ്രയാസത്തിൽ അകപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. ഇതൊരു ലൂപ്പാണ്. ലോൺ എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുന്നൊരു ലൂപ്പാണ്. ഇതിൽ പെട്ടവന് പുറത്തേക്ക് കടക്കൽ അസാധ്യമാണ്, അപ്രാപ്യമാണ്, പ്രയാസകരമാണ്. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞത് വയൻഹാഹും അനിൽ മുൻകർ, നിങ്ങൾ പലിശ വാങ്ങല്ലേ. എന്തുകൊണ്ടാണ്? ഒരു അന്യ സ്ത്രീയുമായി ഒരു അസാൻമാർഗികമായ അവിഹിതമായ ബന്ധം നിങ്ങൾ കീപ്പ് ചെയ്യല്ലേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നതായിട്ടല്ല. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ പോയാൽ, അത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാകട്ടെ, വിവാഹിതനാകട്ടെ, അവിവാഹിതനാകട്ടെ, ഏത് വിഭാഗക്കാരനുമാകട്ടെ, അവന്റെ സൗകര്യ ജീവിതം തകരും. അവന്റെ ജീവിതത്തിന്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെടും. അവൻ കാരണം മറ്റു പലരും കരയേണ്ടി വരും. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. വയൻഹാഹും അനിൽ മുൻകർ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്മയായ എല്ലാ കാര്യങ്ങളെയും നിഷേധിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒരു കാര്യം വരുമ്പോൾ ഇത് നബിതങ്ങൾ തടഞ്ഞതാണ് എന്നറിഞ്ഞാൽ നമ്മൾ 100 വട്ടം ആലോചിക്കണം നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ശേഷം വീണ്ടും അല്ലാഹു പറയാൻ, നല്ല കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തു. വൃത്തികെട്ട ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും ഒക്കെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷിദ്ധമാക്കി.
നല്ലതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു, തിന്മയായതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിഷിദ്ധമാക്കി. ഞാനിങ്ങനെ ആലോചിച്ചു പോവാണ്, ഒരു സത്യവിശ്വാസിയുടെ ജീവിതം വലിയ അറിവും വലിയ യോഗ്യതയും ഇല്ലാതെ അടിസ്ഥാനപരമായി ഒരു സത്യവിശ്വാസി ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മദ്യം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് 1% മാത്രം സാധ്യതയുള്ള കാര്യമാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളും കുറെ പ്രശ്നങ്ങളും പരിഹരിച്ചു തീർക്കാനുണ്ട്. ആ കൂട്ടത്തിൽ ഈ പ്രശ്നങ്ങളും കൂടി നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം പലിശയിൽ എത്തുക എന്ന് പറയുന്നതിന്റെ സാധ്യത എത്രയുണ്ട്? ഒരു 10% ഉണ്ടാവും. എന്നാൽ ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തുകൊണ്ട്? നമുക്ക് അല്ലാഹു തആല ആദ്യമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടി പറഞ്ഞു തന്നതാ, ഈ വഴി പോകാം, ഇന്നത് ചെയ്യാം, ഇന്നത് കാണാം, ഇന്നത് തിന്നാം, ഇതാ ഈ വഴി നീ സഞ്ചരിക്കാൻ വേണ്ടി പാടില്ല. അതിന്റെ നാശം നീ ഒറ്റക്കും അനുഭവിക്കേണ്ടി വരും, നിന്റെ സമൂഹവും സമുദായവും കുടുംബവും അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ റസൂലാണ്, നബിയാണ്, തൗറാത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഇഞ്ചിലിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉമ്മിയാണ്, നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു, നല്ലത് അനുവദിച്ചു കൊടുക്കുന്നു, തിന്മ നിഷിദ്ധമാക്കുന്നു. 9 സവിശേഷതകൾ ഒരൊറ്റ ആയത്തിൽ തീർന്നില്ല. അള്ളാഹു വീണ്ടും പറയുന്നു, വയളഉ അൻഹും ഇസ്റഹും. ഇവരുടെയൊക്കെ ഭാരമിറക്കി വെച്ചു കൊടുക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ നമുക്ക് എന്തെല്ലാം അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ ആ അർത്ഥത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഭാരം എന്ന് പറഞ്ഞാൽ മാനസിക ഭാരമുണ്ട്, ആ ഭാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി വെച്ചു. ആത്മീയമായ ഭാരമുണ്ട്, ആ ഭാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ വഴികൾ നമുക്ക് തുറന്നു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഭാഗം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, നബി തങ്ങളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ എന്തൊരു അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട ബഷീർ ബിൻ അഖ്ബർ റളിയല്ലാഹു തആല എന്ന് പറയാണ്, അദ്ദേഹത്തിന്റെ വാപ്പ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു. സാധാരണഗതിയിൽ യുദ്ധം കഴിഞ്ഞിട്ട് വരുന്ന സന്ദർഭത്തിൽ എല്ലാവരും മദീനയുടെ അതിർത്തിയിൽ പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും. അവരുടെ യുദ്ധത്തിന് പോയ വാപ്പ തിരിച്ചു വരുന്നത്, സഹോദരൻ തിരിച്ചു വരുന്നത്, ഭർത്താവ് തിരിച്ചു വരുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. ഈ സമയത്ത് ആരുടെയെങ്കിലും വാപ്പ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹാബാക്കൾക്ക് അത് മുമ്പേ വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് പെട്ടെന്ന് മാറ്റുകയാണ് ചെയ്യുക. ഈ രീതിയിൽ ബഷീർ ബിൻ അഖ്ബർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഉഹുദിന്റെ ദിവസം എൻ്റെ വാപ്പ മരിച്ചുപോയി, ഷഹീദാക്കപ്പെട്ടു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. അതീതു നബിയ വ അന അബ്കി. ഞാൻ കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് പോവാണ്. എന്താ കാര്യം? എൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി. ഇനി എനിക്ക് ആരാണുള്ളത് നബിയെ? യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ നോക്കാൻ, ചെറിയ കുട്ടിയാണെന്ന്, എന്നെ നോക്കാൻ, എന്നെ സംരക്ഷിക്കാൻ, എനിക്ക് വാപ്പാന്ന് വിളിക്കാൻ, എനിക്ക് സ്നേഹം പങ്കുവെക്കാൻ എനിക്ക് ആരാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ലോകത്തിന്റെ നേതാവാണ്, ലോകത്തിനെ മൊത്തം നയിക്കുന്ന വ്യക്തിത്വമാണ്. ആ വ്യക്തിയാണ് തൻ്റെ അണികളിൽപ്പെട്ട സാധാരണക്കാരിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ. നമ്മളത് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ഒരു നേതാവ് താഴെ തട്ടിലുള്ള അണികളിൽപ്പെട്ട ഒരാളുമായി സംവദിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കുക എന്നത് വളരെ പ്രയാസം. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്തത് കാണുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നത്. എന്തുകൊണ്ട്? കാണാത്ത കാഴ്ചകൾ അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോഴാണ് മനുഷ്യൻ ആശങ്കപ്പെടുന്നു, അത്ഭുതപ്പെടുന്നു. ഈ രീതിയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ കുട്ടി വരുന്നു. നമ്മൾ ആലോചിക്കുക, ഇന്നിങ്ങനെ ഒരു നേതാവ് ഇരിക്കുമ്പോൾ വലിയൊരു ഫംഗ്ഷൻ. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് നമ്മുടെ മനസ്സിൽ കാണുന്ന ഏറ്റവും വലിയ നേതാവ് ഉണ്ടാവില്ല ഓരോ ആളുകൾക്കും. അയാൾ ഇങ്ങനെ ഇരിക്കുന്നു വലിയ സദസ്സിൽ, ഇടത്തും വലത്തൊക്കെ അദ്ദേഹത്തിന്റെ അനുചരന്മാരും ശിഷ്യന്മാരും ബോഡി കടക്കിയിരിക്കുന്നു. ഈ സദസ്സിലേക്ക് ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടി കടന്നു വരുന്നു കരഞ്ഞുകൊണ്ട്. എന്താണ് ചെയ്യുക? കൂടെയുള്ള സ്റ്റാഫ് അവരെ പിടിച്ചിട്ട് മാറ്റും, ചോദിക്കും, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളൊന്ന് ചിരിക്കും, നമ്മുടെ ഭാഷയിൽ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് സന്തോഷിപ്പിച്ചിട്ട് വിടും. ഇവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. നിങ്ങൾ ചോദിച്ചു എന്തിനാ കരയുന്നത്? ആ കുട്ടി പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എൻ്റെ ഉപ്പാനെ നഷ്ടപ്പെട്ടു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ കുട്ടിനോട്, അമാ തറല്ല അൻ അകൂന അബാക വ ആയിഷതു ഉമ്മുക. മോനെ, നിന്റെ ഉപ്പ ഞാനല്ലേ, നിനക്ക് ഉപ്പ ഞാനായിട്ടുണ്ട്, അതെനിക്ക് പോരെ? നിന്റെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല ഉണ്ട്, നിന്റെ ഉമ്മ, അത് നിനക്ക് പോരെ എന്ന് ആ കുഞ്ഞിനോട്, ആ കുഞ്ഞിന്റെ മനോഗതം മനസ്സിലാക്കി, ആ കുഞ്ഞിന്റെ മനോനില മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യമാണ്. അങ്ങനെ പറഞ്ഞു വിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ തങ്ങളുടെ ആ കുട്ടിയുടെ ബഷീർ റളിയല്ലാഹുവിന്റെ തലയിൽ ഇങ്ങനെ തടവി നബി തങ്ങൾ. ബഷീർ റളിയല്ലാഹു പറയുന്നുണ്ട്, പിൽക്കാലത്ത് ഞാൻ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ നബി തങ്ങൾ കൈവച്ച ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും നരച്ചു, ഹബീബിന്റെ കൈ തട്ടിയ ഭാഗം നരച്ചില്ല എന്ന് ബഹുമാനപ്പെട്ട ബഷീർ റളിയല്ലാഹു. ഈ സംഭവം ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അത്താരിഖുൽ കബീർ എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റു പല ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ കുട്ടിക്ക് വിക്കുമുണ്ടായിരുന്നു. വകാനത്തിലി റഖ്തത്തുൻ, നാവിനൊരു പ്രയാസമുണ്ട്, സംസാരിക്കാൻ പ്രയാസം. അപ്പോൾ ആ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ നാവിന്റെ പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. ഫതഫല ഫീഹാ ഫൻഹല്ലത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുബാറക്കായ നാവ് ഉമിനീര് എൻ്റെ നാവിൽ പുരട്ടി, അതോടുകൂടി എൻ്റെ ആ വിക്കും മാറി എന്ന് ബഹുമാനപ്പെട്ട ബഷീർ റളിയല്ലാഹു അൻഹു പറയാം. അതാണ് വയദഉ അൻഹും ഇസ്റഹും, തന്റെ അണികളുടെ സമുദായത്തിൽ ഓരോ ആളുകളുടെയും ഭാരമിറക്കി വെച്ചു കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. ഈ ബഷീർ റളിയല്ലാഹുവിന്റെ ആദ്യത്തെ പേര് ബുഹൈർ എന്നായിരുന്നു. ശരിക്കും ബഷീർ എന്നല്ല പേര്, ബുഹൈർ എന്ന് പറഞ്ഞാൽ കൊച്ചു കടൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നബിതങ്ങൾക്ക് ഒരു ശൈലിയുണ്ട്. നബിതങ്ങൾ വന്നതിനാ പേര് ചോദിക്കും ആളുകളോട്. ചില പേരുകൾ അർത്ഥമില്ലാത്ത പേരുണ്ടാവും, അല്ലെങ്കിൽ മോശമായ അർത്ഥമുള്ള പേരുണ്ടാവും. നബിതങ്ങൾ അങ്ങനെ പേര് മാറ്റി. പല ആളുകളുടെ പേര് നബിതങ്ങൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ മോന്റെ പേര്? ഇതൊക്കെ നടക്കുന്നത് ഏത് സിറ്റുവേഷനിലാന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. മോനെ നീ എന്റെ പേരെന്താ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, എന്റെ പേര് ബുഹൈർ എന്നാണ്. ബുഹൈർ. അപ്പോൾ മോനെ നീ ബുഹൈർ അല്ല, നീ അന്ത ബഷീർ, നീ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. ആരോട് എപ്പം പറയുന്നു? വാപ്പ മരിച്ചു എന്ന ദുഃഖം പങ്കുവെക്കാൻ നേതാവിന്റെ അടുക്കിലേക്ക് വരുമ്പോ ആ അണിയോട്, ആ കുട്ടിയോട് നബി തങ്ങൾ പറയാണ്, നീ ബഷീർ ആകേണ്ടവനാണ്, സമൂഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കേണ്ടവനാണ്. അതാണ് വയദഉ അൻഹും ഇസ്റഹും, ഉമ്മത്തിന്റെ ഭാരമിറക്കി വെച്ചു കൊടുക്കുന്നവനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽഅഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവരുടെ കഴുത്തുകളിൽ, അവരുടെ കൈകളിൽ എന്തെല്ലാം ചങ്ങലകൾ ഉണ്ടായിരുന്നു. അടിമത്വത്തിന്റെ ചങ്ങല, അനീതിയുടെ ചങ്ങല, എന്തെല്ലാം ചങ്ങലകൾ ഉണ്ടായിരുന്നു. ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒറ്റ ആയത്തിൽ 11 വിശേഷണങ്ങൾ, ഒരു വട്ടം പോലും പേര് പറഞ്ഞില്ല. And Allah മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ലാ തജഅലു ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ച് സംസാരിക്കാറുണ്ട്. അബൂബക്കർ എന്നും അബ്ദുൽ ഖാദർ എന്നും സലാം എന്നും റഹീം എന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അതുപോലെ ലാ തജഅലു ദുആ അർ-റസൂലി ബൈനകും, നബിതങ്ങളെ നിങ്ങൾ അങ്ങനെ വിളിക്കാൻ വേണ്ടി പാടില്ല. യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ വേണ്ടി പാടില്ല. അത് അദബ് കേടിന്റെ വിളിയാണ്. നിങ്ങൾ വിളിക്കുന്നെങ്കിൽ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കണം. തങ്ങളുടെ ഹദറത്തിൽ വന്ന യാ റസൂലല്ലാഹ് എന്ന് വിളിക്കണം. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങൾ തിരു ഹദറത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശബ്ദത്തിലൊക്കെ സംസാരിച്ചു പോകും. എന്നാൽ നബി തങ്ങളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ലാ തർഫഉ അസ്വാതകും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ വേണ്ടി പാടില്ല. എന്തുകൊണ്ട്? ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച കവിയാണ്. നബി തങ്ങൾക്ക് വേണ്ടി ഒരുപാട് കവിതകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അതിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗം, വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടുകയാണ്, വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി, നബിയെ അങ്ങേക്കാൾ സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ എൻ്റെ നയനങ്ങൾ ദർശിച്ചിട്ടില്ല. എന്തായിരിക്കും ആ സൗന്ദര്യം? അല്ലാഹു നമുക്ക് കാണാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷബി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്ന് കൊട്ടാരത്തിൽ സ്ത്രീകൾ കണ്ടപ്പോൾ ആ സ്ത്രീകൾ അവരുടെ കൈകൾ മുറിച്ചു. അവർ ആ വേദന തിരിച്ചറിഞ്ഞില്ല. എൻ്റെ ഹബീബിനെ എങ്ങാനും ആ സ്ഥാനത്ത് കണ്ടിരുന്നുവെങ്കിൽ അവരുടെ ഹൃദയം പൊട്ടി മരിച്ചേനെ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാം. ഒരിക്കൽ നബി നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ അന്ന് 14-ാം രാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുഖം നോക്കുന്നു, വീണ്ടും ആകാശത്തേക്ക് നോക്കുന്നു, വീണ്ടും നബി തങ്ങളുടെ മുഖം നോക്കുന്നു, വീണ്ടും ആകാശം നോക്കുന്നു. അപ്പൊ തങ്ങൾ ചോദിച്ചു, എന്താണ് ബിലാലെ ഇങ്ങനെ എൻ്റെ മുഖവും ആകാശം നോക്കുന്നത്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആർക്കാണ് സൗന്ദര്യം കൂടുതൽ, അങ്ങയുടെ മുഖത്തിനാണോ ചന്ദ്രനാണോ? ഞാൻ മാറി മാറി നോക്കിയപ്പോൾ മനസ്സിലായി, നബിയെ അങ്ങയുടെ മുഖത്തിനാണ് സൗന്ദര്യം കൂടുതൽ. വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി, നബിയെ എൻ്റെ കണ്ണുകൊണ്ട് ദർശിച്ചതിൽ അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ ദർശിച്ചിട്ടില്ല.
വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങേക്കാൾ ശുദ്ധിയുള്ള സ്വൽസ്വഭാവിയായ സൗന്ദര്യവാനായ ഒരു കുട്ടിയും ആരും ജനിച്ചിട്ടില്ല, പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമാക്കപ്പെട്ട നിലയിലാണ് നബിയെ അങ്ങേ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് കേവലം അക്ഷരങ്ങൾ കൊണ്ട് ആഘോഷിക്കപ്പെടേണ്ടതല്ല, കേവലം സംഗീതത്തിലും കേവലം പദ്യത്തിൽ കൂടി മാത്രം ഓർമ്മിക്കപ്പെടേണ്ടതല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ ഉണ്ടാകണം. കവി പാടിയതുപോലെ ഞാൻ വീണ്ടും കടമെടുക്കുകയാണ്. തഅസിർ റസൂല വ അൻത തുദ്ഹിറു ഹുബ്ബഹു, നീ പറയുന്നു നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. നീ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ ശരീരം നോക്കുമ്പോൾ, നിന്റെ മുഖം നോക്കുമ്പോൾ, നിന്റെ വസ്ത്രം നോക്കുമ്പോൾ, നിന്റെ പെരുമാറ്റം നോക്കുമ്പോൾ മുഹമ്മദുമായി കണക്ട് ആകുന്ന ഒരു പോയിന്റും ഇല്ലല്ലോ. എന്റെ വസ്ത്രം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രമല്ല, എന്റെ വസ്ത്രധാരണം മുഹമ്മദി വസ്ത്രധാരണമല്ല, എന്റെ സംസാരം മുഹമ്മദ് നബിയുടെ പഠിപ്പിച്ച ആ രീതിയിലുള്ള സംസാരമല്ല. പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുക? ഇത് വളരെ ആശ്ചര്യജനകമാണ്. നീ ഒരു ഭാഗത്ത് സ്നേഹമുണ്ട് എന്ന് പറയുക, മറുഭാഗത്ത് അതിന്റെ അടയാളങ്ങളില്ലാതിരിക്കുക. ഇത് ഭയങ്കര ആശ്ചര്യകരമാണ്. കാരണം എന്താണ്? ലൗകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിന്റെ ഉള്ളിൽ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരാളെ കുറിച്ച് അറിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ അയാളുടെ അടുപ്പം തോന്നാതിരിക്കും? അയാളുടെ അടുപ്പം തോന്നിയാൽ പിന്നെ അയാളെ എങ്ങനെ നമ്മൾ സ്നേഹിക്കാതിരിക്കും? ഒരാളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ നമ്മൾ എങ്ങനെ പിൻപറ്റാതിരിക്കും? ലൗകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിന്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ മുഹമ്മദ് റസൂലുള്ള അത്രമാത്രം ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രക്തത്തിൽ അത്രമാത്രം അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ ലഅതഅതഹു, നിന്റെ പെരുമാറ്റത്തിൽ മുഹമ്മദ് റസൂലുള്ള ഉണ്ടാവും, നിന്റെ വസ്ത്രത്തിൽ മുഹമ്മദ് റസൂലുള്ള ഉണ്ടാവും, നിന്റെ ചിന്തകളിൽ, നിന്റെ വാക്കുകളിൽ, നിന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ, നിന്റെ രഹസ്യമായ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, എല്ലാ സ്ഥലത്തും മുഹമ്മദ് റസൂലുള്ളയായിരിക്കും പ്രയോറിറ്റി. മൈക്കിൾ എച്ചാട്ടി ലോകത്തിലെ ദ 100 എന്ന് പറയുന്ന പുസ്തകം എഴുതിയല്ലോ, ലോകത്തിന് സ്വാധീനിച്ച പ്രധാന 100 വ്യക്തിത്വങ്ങൾ. അയാൾ ആദ്യം എടുത്ത് എഴുതിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ പോലും അയാളുടെ പുസ്തകത്തിൽ 100 ആളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അയാൾ പോലും പ്രയോറിറ്റൈസ് ചെയ്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിത വ്യവഹാരം നമ്മൾ ആരും വിമർശിക്കുന്നതിന് മുമ്പ് ഒരാത്മവിമർശനം നമ്മളിലേക്ക് നടക്കട്ടെ. എൻ്റെ ജീവിതത്തിന്റെ ഇടപാടുകളിൽ ഞാൻ എത്രമാത്രം നബിതങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾ നടന്ന പോലെ നിനക്ക് നടക്കാൻ പറ്റും, നടക്കും. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾ ചിന്തിച്ച പോലെ നീ ചിന്തിക്കും, അയാൾ പറഞ്ഞതുപോലെ നീ പറയാൻ വേണ്ടി ശ്രമിക്കും. കാരണം പ്രണയം, സ്നേഹം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ടുള്ള കേവലം അക്ഷരക്കൂട്ടങ്ങളല്ല. അത് നമ്മൾ പറയും ഇറ്റ്സ് എ സീരീസ് ഓഫ് ആക്ഷൻ എന്ന് പറയും. അതൊരു പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നബിതങ്ങളോടുള്ള മഹബ്ബത്ത് ഇറങ്ങണം. അതിന് പറയണം, പാടണം, നബിതങ്ങളെക്കുറിച്ച് കേൾക്കണം, കേൾപ്പിക്കണം. അതൊക്കെ നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ മുഹമ്മദ് റസൂൽ ഇറങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ കുറിച്ച് കൂടുതൽ അറിയാനും പറയാനും കേൾക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.